നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായി വിജയൻ കേരള ഹിറ്റ്ലർ എന്ന് കെ മുരളീധരന്റെ പരിഹാസം. കല്യോട്ടെ കൊലപാതക ഗൂഢാലോചനയിൽ പി ജയരാജന്റെ പങ്ക് ജയിൽ സന്ദർശനത്തോടെ തെളിഞ്ഞുവെന്നും മുരളീധരൻ. മഞ്ചേശ്വരം വട്ടിപ്പദവിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 8 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്ക്. PBCA കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ AIYF-ന്റെ നേതൃത്വത്തിൽ യുവജന പ്രക്ഷോഭയാത്ര. കേരള അയൺ ഫാബ്രിക്കേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 27-ന്. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ചിൽ നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിരി പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 28 മുതൽ 31 വരെ തീയതികളിൽ. അടോട്ട് മൂത്തേടത്ത് കുതിരി പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് VP പ്രശാന്ത് കുമാർ അനുസ്മരണം നടന്നു. വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ കേരള ഹിറ്റ്ലർ എന്ന് കെ മുരളീധരന്റെ പരിഹാസം. ജനങ്ങൾക്കൊപ്പം നിന്നതിനെയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തതെന്നും മുരളീധരൻ കാസർഗോട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു ആദിവാസി യുവാവിനെ ആന കുത്തിക്കൊന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മൃഗങ്ങളുടെ ആക്രമണം ശക്തമായിരിക്കുക. മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രക്ഷിക്കാൻ നോക്കുന്നതല്ലാതെ ഈ കാര്യത്തിൽ ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ആന കുത്തി നിലത്ത് വീണ ആ ആദിവാസി യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വനം വകുപ്പിൻ്റെ ഒരാളും ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധം ഉണ്ടായി. പ്രതിഷേധത്തിൻ്റെ മുമ്പിൽ ലോക്കൽ MLA മുമ്പിൽ നിന്നു. അതിന് രാത്രി കൊലപാതകളെ പിടിക്കുന്ന പോലെയാണ് വീട് വളഞ്ഞിട്ട് ആളെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഭരണകക്ഷി MLA മുകേഷ് ഇമ്മോറൽ കേസിൽ പ്രതിയായിട്ട് അദ്ദേഹത്തിനെ കൺമുമ്പിൽ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത പോലീസാണ് ഇന്നലെ വീട് വളഞ്ഞ് ഇന്നലെ വരെ ഭരണകക്ഷിയായിരുന്ന ഒരു MLA ഇന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ പ്രത്യാഘാതങ്ങളുണ്ടാവും. ഇത് തെറ്റാണ്. ഞാൻ പറയുന്നത് ഇവിടെ കേരള ഹിറ്റ്ലറായിട്ട് പിണറായി മാറുക. അത് ഞാൻ പറയാം, കേരള ഹിറ്റ്ലറാണ്. ആ ഹിറ്റ്ലറായി മാറിയ പിണറായിയുടെ ഭരണത്തിൻ്റെ അന്ത്യനാളുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. കല്യോട്ടെ കൊലപാതക ഗൂഢാലോചനയിൽ പി ജയരാജന്റെ പങ്ക് ജയിൽ സന്ദർശനത്തോടെ തെളിഞ്ഞുവെന്നും കെ മുരളീധരൻ. ജയിലിനു മുന്നിൽ ജയരാജൻ നടത്തിയത് ചട്ടലംഘനമാണെന്നും മുരളീധരൻ. കല്യോട്ടെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വീടുകളിൽ ഇവിടെയൊക്കെ നേതാക്കന്മാരുടെ CPM നേതാക്കന്മാരുടെ വിസിറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പൂർണ്ണമായി കൊലപാതകം മാർക്സിസ്റ്റ് പാർട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നുള്ളതിന് മറ്റു ഉദാഹരണങ്ങളുടെ ആവശ്യമില്ല. 2, ഈ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും മാത്രമല്ല, TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ച ശക്തി P ജയരാജൻ ഉൾപ്പെടെയുള്ള CPMകാരാണെന്നും വ്യക്തമായിട്ടുണ്ട്. അതായത് ഇനിയും ഈ കുറ്റവാളികൾ പുറത്തു വരാനുണ്ട്. P ജയരാജന് ജനകീയ കോടതിയിൽ ലഭിച്ച ശിക്ഷ നീതിന്യായ കോടതിയിലും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നലെ കാണിച്ചത് ഏറ്റവും ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടികളാണ്. ഒന്ന്, ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ജനപ്രതിനിധികൾക്ക് സന്ദർശിക്കണമെങ്കിൽ തന്നെ പെർമിഷൻ എടുക്കണം. അതിന് അതിൻ്റേതായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രതികളെ കാണാൻ സാധാരണ രീതിയിൽ അനുവാദം കൊടുക്കാറുമില്ല. ഇന്നലെ പിന്നെ എങ്ങനെ ഇത്രയും ഒരു ആൾക്കൂട്ടമായിട്ട് എങ്ങനെ ജയരാജൻ ജയിലിൻ്റെ അവിടെ പ്രവേശിച്ചു? എങ്ങനെ പ്രതികളെ നേരിട്ട് കാണാൻ കഴിഞ്ഞു? അപ്പോൾ ചട്ടലംഘനം പൂർണ്ണമായിട്ട് നടന്നു. അപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ കോൺഗ്രസ് പാർട്ടി ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോഴും തന്നെ വെറുതെ വിട്ട പ്രതികളെ
ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലുകൾ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിട്ടിയ ശിക്ഷ കൂട്ടണം എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും സ്ഥലം MP-യും എല്ലാവരും അതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ഹീനമായിട്ട് സംഭവം ഉണ്ടായിട്ടില്ല. ജനപ്രതിനിധിയായിരുന്ന ഒരു വ്യക്തി തന്നെ ഇങ്ങനെ പരസ്യമായി നിയമലംഘനത്തിന് നേതൃത്വം നൽകുമ്പോൾ CPM ആണെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലക്കേസിലെ പ്രതികൾക്ക് ഇതിലും കൂടുതൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഇതൊക്കെ ഒരേ ശക്തികളാണ് ഇതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ എന്ന് പറയുന്നത്. മഞ്ചേശ്വരം ഭട്ടിപ്പദവിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. 8 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്ക്. മഞ്ചേശ്വരം മീഞ്ച ഭട്ടിപ്പദവിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ വൻ തീപിടുത്തം നാടിനെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതായിരുന്നു. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു MA ഫ്രെയിംവർക്സ് പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടെ മരപ്പൊടി മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിൽ നിന്നുമാണ് തീയും പുകയും ഉയർന്നത്. അപ്പോൾ തന്നെ തൊഴിലാളികൾ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഉപ്പളയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സ് 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. ഫയർഫോഴ്സിന്റെ അവസരോചിതമായ നീക്കത്തിലൂടെ ഫാക്ടറിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കുവാൻ സാധിച്ചു. തീ പടർന്നിരുന്നുവെങ്കിൽ കോടികളുടെ നാശം സംഭവിച്ചേനെയെന്ന് അധികൃതർ പറഞ്ഞു. തീപിടിച്ച വിവരമറിഞ്ഞ് ഫാക്ടറിക്കുള്ളിലുണ്ടായിരുന്ന തൊഴിലാളികളെയെല്ലാം പുറത്തേക്കെത്തിച്ചിരുന്നു. മംഗളൂരു സ്വദേശി MK നിയാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാക്ടറി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ മുഹമ്മദ് ഷാഫി, പശുപതി, അതുൽ രവീന്ദ്രൻ, BR അഭിജിത്ത്, ശ്രീജിത്ത്, അതുൽ, ഗംഗാധരൻ, മിഥുൻ കുമാർ എന്നിവരും ഹോംഗാർഡുമാരായ മാത്യു ഐസക്, സുഭാഷ്, പ്രദീപ് മേനോൻ എന്നിവരുമാണ് ഉപ്പള ഫയർ സ്റ്റേഷനിൽ നിന്നും തീയണക്കുവാനായി എത്തിയത്. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. തീപിടുത്തത്തിൽ 8 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത്. അബ്ദുൽ ഹിമാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. PBCA കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി കുന്നുമ്മൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ 1-2 സമ്മേളനങ്ങൾ നമുക്കറിയാം. കോഴിക്കോടും കണ്ണൂരും വെച്ച് നടന്നിട്ടുള്ള സമ്മേളനങ്ങൾ, അതിനുശേഷം നടന്നിട്ടുള്ള 2-3 സമ്മേളനങ്ങൾ, ഓരോ സമ്മേളനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ സമ്മേളനം നടത്തിയിരുന്നത്. 1-ാം സമ്മേളനവും 2-ാം സമ്മേളനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആവേശകരമായ നിലയിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് എല്ലാ പരിപാടികളോടുകൂടിയാണ് നമ്മൾ നടത്തിയത്. എന്നാൽ 3-4 സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി 3-ാം സമ്മേളനം നടക്കുമ്പോൾ പ്രളയവും, 4-ാം സമ്മേളനം നടക്കുമ്പോൾ കോവിഡാനന്തര പരിപാടികളും ആയി മുന്നോട്ട് പോവുകയായിരുന്നു നമ്മുടെ നാട്. ജില്ലാ പ്രസിഡന്റ് PP തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KV സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ V നാരായണൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ T മനോഹരൻ ക്ഷേമനിധി പ്രവർത്തന വിശദീകരണം നടത്തി. PP രമേശൻ, തുണിയരി ബാലൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ EK പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റെയിൽവേ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ യുവജന പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ച് AIYF. യാത്രയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട്ട് നടന്നു. കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന തീവണ്ടി സർവീസുകൾ മംഗലാപുരത്തേക്ക് നീട്ടുക, കോഴിക്കോട് മംഗലാപുരം റൂട്ടിൽ പുതിയ മെമു സർവീസ് ആരംഭിക്കുക, നിർദ്ദിഷ്ട കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കുക, റെയിൽവേ സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിൽ പുതിയ രാത്രികാല തീവണ്ടി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രക്ഷോഭയാത്ര സംഘടിപ്പിച്ചത്.
ജില്ലാ പ്രസിഡന്റ് അജിത് MC ഡയറക്ടറും ധനേഷ് ബിരിക്കുളം ഡെപ്യൂട്ടി ലീഡറും സുനിൽകുമാർ കാസർഗോഡ്, പ്രഭിജിത്ത്, പ്രകാശൻ പള്ളിക്കാപ്പിൽ, ദിലീഷ് KV, ശ്രീജിത്ത് കുറ്റിക്കോൽ എന്നിവർ ജാഥ അംഗങ്ങളുമായ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. CPI ജില്ലാ സെക്രട്ടറി CP ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയോട് റെയിൽവേ അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ AIYFന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് ഈ സമര സന്ദേശയാത്ര എന്ന നിലയിൽ ഇന്നലെ ആരംഭിച്ചിരുന്ന വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പ്രകടനം നടത്തി ഇത് കാസർഗോഡ് സമാപിക്കുന്നു. AIYF ഉയർത്തുന്ന വളരെ മർമ്മപ്രധാനമായ വിഷയങ്ങൾ എന്താണ് റെയിൽവേ കാസർഗോഡ് ജില്ലയോട് പൊതുവിൽ കേരളത്തോട് കാണിക്കുന്ന അവഗണന എന്നതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. AIYF കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ജിനു ശങ്കർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി വിഷ്ണു G സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് പ്രഭിജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം ധനേഷ് ബിരിക്കുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 27-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘാടക സമിതി ഓഫീസ് തുറന്നു. ജനുവരി 27-ന് കാഞ്ഞങ്ങാട് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. DVSP ബാബു പെരിങ്ങേത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനത്തിൽ എല്ലാവരും ആശംസകൾ ഞാൻ അഡ്വാൻസായി നേരുകയാണ്. ഞാൻ തിരക്കിനാലും നിങ്ങളെ വിശദമായിട്ട് ഞാൻ പിന്നീട് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ വിടവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം. വർക്കിംഗ് ചെയർമാൻ M സജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KV സുഗതൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ P ദിനേശൻ, ജില്ലാ ട്രഷറർ ജോസ്മോൻ, ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സെക്രട്ടറി VK പ്രകാശൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K സതീശൻ, ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ PV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒത്തുതീർപ്പ് വ്യവസ്ഥ നടപ്പിലാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചാബിലെ കർഷകർ നടത്തുന്ന സമരത്തിന് കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചീമേനി ജയിലിൽ കുറച്ചുകാലം അന്തേവാസിയായിരുന്ന സമയത്ത് ജയിലിൽ ഒട്ടേറെ തവണ വന്ന് കാണുകയും ജയിലിലെ കാര്യങ്ങൾ ഏറെ ശ്രദ്ധയോടെ ഇടപെടുകയൊക്കെ ചെയ്തിരുന്ന ഒരു സഖാവായിരുന്നു സഖാവ് വത്സൻ എന്നുള്ളതുകൊണ്ട് വളരെ കാലത്തെ പരിചയം വത്സനുമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സഖാവ് വത്സൻ്റെ വീട്ടിൽ പോയത്. സഖാവിൻ്റെ യോഗത്തിൽ പൊതുവിൽ നാമനുശോചനം പാസ്സാക്കിയിട്ടുണ്ട്. ഞാനും അതിൽ പ്രത്യേകിച്ച് പങ്കാളിയാവുകയാണ്. നമ്മൾ ഈ കൺവെൻഷൻ ചേരുന്നതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച്, ആവശ്യകതയെ സംബന്ധിച്ച് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ജില്ലാ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ അധ്യക്ഷനായി. P ജനാർദ്ദനൻ, MV കോമൻ നമ്പ്യാർ, TP ശാന്ത, PR ചാക്കോ, മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. 30 വരെ കർഷക സംഘം മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്താൻ കൺവെൻഷനിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി.
തലമുറയ്ക്കുള്ള വിശ്വാസം. കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. മടിക്കൈ, ആലമ്പാടി, മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ചിൽ. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. പ്രസിദ്ധമായ മടിക്കൈ, ആലമ്പാടി, മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ച് 5, 6, 7 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ രാമകൃഷ്ണൻ കാരണവർ, അമ്പൂഞ്ഞി കൊടക്കാരൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി. മടത്തനാട്ട് രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മടിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തറവാടുകളിൽ ഒന്നാണ് മൂലക്കോത്ത് തറവാട്. പഴയകാലത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു തറവാടായിരുന്നു മൂലക്കോത്ത് തറവാട്. ആ തറവാട്ടിൽ അംഗങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി ഒരു വീട് പുതുക്കിപ്പണിത് പുതിയ വീട് നിർമ്മിക്കുകയും ഒരു പുതിയ ബ്രഹ്മകലശം പ്രതിഷ്ഠാ മഹോത്സവം നടത്തുന്നതിന് വേണ്ടി മാർച്ച് മാസം 5, 6 തീയതികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയുള്ള സംഘാടന സമിതി രൂപീകരണ യോഗമാണ് ഇന്നിവിടെ ചേരുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു തറവാട് എന്ന് വരുമ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരെയും ഒത്തുചേർന്നുകൊണ്ട് വിളിച്ചു ചേർക്കാൻ ഇവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചതിനെ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. തറവാട് പ്രസിഡന്റ് വി കെ ഭാസ്കരൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കുഞ്ഞിരാമൻ ചെരിച്ചൽ സ്വാഗതം പറഞ്ഞു. ഐശ്വര്യകുമാരൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാനായി പെരിയങ്ങോട്ട് ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീനിവാസനെ തെരഞ്ഞെടുത്തു. മടിക്കൈ പഞ്ചായത്ത് മെമ്പർ രതീഷ്, മുൻ വൈസ് പ്രസിഡന്റ് ഒ കുഞ്ഞികൃഷ്ണൻ, ടി ശ്രീനിവാസൻ, സുധാകരൻ പോത്തങ്കി, സുകുമാരൻ കണൂത്ത്, മോഹനൻ മൂലക്കോത്ത്, ലത, ദാമോദരൻ, രാജൻ, ബൈജു പി വി, പവിത്രൻ മൂലക്കോത്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 28 മുതൽ 31 വരെ. പുല്ലൂർ മേഖല കാഴ്ച കമ്മിറ്റിയുടെ യോഗം പെരളം പുതിയപുറ തറവാട്ടിൽ നടന്നു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ജനുവരി 28 മുതൽ 31 വരെ തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പുല്ലൂർ മേഖല കാഴ്ച കമ്മിറ്റിയുടെ യോഗം പെരളം പുതിയപുര തറവാട്ടിൽ നടന്നു. ചെയർമാൻ സരസൻ പെരളത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. MV നാരായണൻ, വിശ്വൻ വയ്യോത്ത്, ശ്രീധരൻ കേളോത്ത്, കുഞ്ഞിരാമൻ വീണച്ചേരി, വേണു പെരളം, രവി ചാലിങ്കാൽ, കുട്ടിയൻ മധുരക്കാട്, മാതൃസമിതി ചെയർപേഴ്സൺ മിനി വിജു, കൺവീനർ സനീജ അജയൻ എന്നിവർ സംസാരിച്ചു. കാഴ്ചയ്ക്ക് വേണ്ടി പെരളം മധുരക്കാട് പ്രദേശത്തെ പത്താൾവക ഫണ്ട് രഘു വെളിച്ചപ്പാടനിൽ നിന്നും കാഴ്ച കമ്മിറ്റി കൺവീനർ കുമാരൻ വയ്യോത്ത് സ്വീകരിച്ചു. പെരളം മധുരക്കാട് മാതൃസമിതിയുടെ ഫണ്ട് ട്രഷറർ T ഹരിഹരനും ഏറ്റുവാങ്ങി. പ്രധാനപ്പെട്ട ഒരു ഇനമായ കാഴ്ച ആയി ബന്ധപ്പെട്ട് നമ്മുടെ പുല്ലൂർ മേഖലയിലുള്ള കമ്മിറ്റിയുടെ യോഗമാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് ഇവിടെ ചേരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കാഴ്ച വിജയിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെ. സാമ്പത്തിക സ്വരൂപവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പ്രദേശത്തും നമ്മുടെ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതായത് കമ്മിറ്റിയുടെ ചെയർമാനോ കൺവീനറോ ഇല്ലാതെ കണ്ട് സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു പ്രദേശത്തും ഇല്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവം. അപ്പോൾ അത് നമ്മൾ എല്ലാ പ്രദേശത്തും അതിൻ്റെ കൂപ്പൺ ഒരു ഘട്ടം വരെ വിതരണം ചെയ്തെങ്കിലും കാഴ്ച കമ്മിറ്റി കൺവീനർ കുമാരൻ വയ്യൂത്ത് സ്വാഗതവും ട്രഷറർ T ഹരിഹരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടോട്ട് മൂത്തേടത്ത് കുതിരി പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് VP പ്രശാന്ത് കുമാർ അനുസ്മരണം നടന്നു. ഡോക്ടർ CK നാരായണ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് VP പ്രശാന്ത് കുമാർ അനുസ്മരണം നടന്നു. ഡോക്ടർ CK നാരായണ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നോക്കുമ്പോഴൊക്കെ പ്രശാന്താണ്. ഞാൻ ചോദിച്ചു, എന്തേ ഈ രാത്രി? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രബന്ധത്തിൻ്റെ ആവശ്യമുണ്ട്. EP രാജഗോപാലൻ മാഷ് അവരുടെ സോവനീറിന് ആവശ്യപ്പെട്ട വിദ്യാഭ്യാസ സോവനീറിന് ആവശ്യപ്പെട്ട ഒരു പ്രബന്ധം, അത് സാധാരണയല്ല. അതായത് പൂരക്കളികളെ നാടകീയത എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പ്രബന്ധമാണ് വേണ്ടത്. അതിനെന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ രാത്രി അങ്ങനെ 2 ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയുണ്ടാക്കി. ഒരു ദിവസം രാവിലെ അത് വീട്ടിലേക്ക് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പ്രശാന്തേ, എന്താ നിൻ്റെ ഒരു കോലം? നീ ടെസ്റ്റൊന്നും ചെയ്യലില്ലേ? ഇതാണ് ഞാനിപ്പോൾ ഇരുന്നല്ലേ പറയുന്നത്. അപ്പം പറഞ്ഞു, ഞാനൊരു പ്രകൃതി ചികിത്സയാണ്. ഞാൻ പറഞ്ഞു, പ്രശാന്തേ, ഈ ഷുഗർ പോലുള്ള അസുഖം, ശൈലീ രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഞാൻ 25 വർഷമായിട്ട് ഈ ഷുഗർ പേഷ്യൻ്റാണ്. ഞാൻ അവനോട് പറഞ്ഞതാണ്, 25 വർഷമായി. പക്ഷെ രോഗം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നാം രോഗത്തെ ഭയപ്പെടേണ്ട, പക്ഷേ രോഗം നമ്മെ കീഴടക്കുന്നുണ്ടെന്ന ബോധം നമുക്കുണ്ടാവണം. ദേവസ്ഥാന ഭരണസമിതി സെക്രട്ടറി നിതേഷ് കിഴക്കേവീട് സ്വാഗതം പറഞ്ഞു. ദേവസ്ഥാന ഭരണസമിതി പ്രസിഡന്റ് രാഘവൻ പഴത്തിങ്കാൽ അധ്യക്ഷത വഹിച്ചു. ചെറാക്കൂട്ട് കുഞ്ഞിക്കണ്ണൻ, M പൊക്ലൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ, പൂരക്കളി കമ്മിറ്റി സെക്രട്ടറി ഭരതൻ പഴത്തിങ്കാൽ, മാതൃസമിതി പ്രസിഡന്റ് ബീന എന്നിവർ സംസാരിച്ചു. ദേവസ്ഥാന ഭരണസമിതി ട്രഷറർ വിജേഷ് കണ്ടത്തിൽ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേലാശ്വരം സഫ്തർ ഹാഷ്മി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 36ാം വാർഷിക ആഘോഷത്തിന് തുടക്കമായി. സഫ്തർ ഹാഷ്മി അനുസ്മരണവും നടന്നു. വേലാശ്വരം സഫ്തർ ഹാഷ്മി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 36ാം വാർഷിക ആഘോഷവും സഫ്തർ ഹാഷ്മി അനുസ്മരണവും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ മേശപ്പുറത്ത് ഉള്ള ഇന്ത്യയിൽ ജനിച്ച ആഹാര പദാർത്ഥങ്ങൾ മാത്രമേ കഴിക്കൂ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കിതിൽ നിന്ന് എത്ര ആഹാരം എടുക്കാൻ കഴിയും എന്നായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. സഫ്തർ ഹാഷ്മിയെ പോലെയുള്ള നാടക പ്രവർത്തകർ ഏറ്റവും ലളിതമായ ഭാഷയിൽ
ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലേക്കാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാറുള്ളത്. അദ്ദേഹം കസേര കസേര കസേര, കുർസി 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 എന്ന് പറയുന്ന നാടകം അധികാരം വിട്ടഴിഞ്ഞു പോകാതെ കസേര ഇങ്ങനെ അത് ഇരുന്നവരുടെ കൂടെ സഞ്ചരിക്കുന്ന രീതിയിലായിരുന്നു ആ നാടകം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കെ സബീഷ്, CPIM ചിത്താരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ, ചിത്താരി ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് എ ഗംഗാധരൻ, KV സുകുമാരൻ, CPIM വേലാശ്വരം ബ്രാഞ്ച് സെക്രട്ടറി CV കൃഷ്ണൻ, ഷനിൽ കുമാർ, പി ശ്യാമള എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി V ആകാശ് സ്വാഗതവും ട്രഷറർ അർജുൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് V പൊക്കൻ മേസ്തിരിയുടെയും പാർവമ്മയുടെയും സ്മരണയ്ക്ക് മക്കളും, കാടൻ വീട്ടിൽ കണ്ണന്റെയും കുരുക്കൾ വീട്ടിൽ കുഞ്ഞമ്മയുടെയും സ്മരണയ്ക്ക് മക്കളും നൽകിയ എൻഡോമെന്റ് വിതരണം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. തുടർന്ന് ക്ലബിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ബ്ലാക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിച്ച ഉരിയാട് പെരുമ എന്ന ഫോക്ക് മെഗാ ഷോയും അരങ്ങേറി. അണിഞ്ഞ കയ്യിൽ വീട് തറവാട് കുടുംബ സംഗമം നടന്നു. സാംസ്കാരിക സമ്മേളനവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പള ഗ്രാമത്തിലെ അണിഞ്ഞ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രമുഖ യാദവ തറവാടുകളിലൊന്നായ കയ്യിൽ വീട് തറവാട് കുടുംബസംഗമം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനവും വിവിധ പരീക്ഷകളിൽ മറ്റ് വിവിധ മേഖലകളിലും കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദന ചടങ്ങും മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരിക്കൽ ചടങ്ങും നടന്നു. കയ്യിൽ തറവാട് കാരണവർ കൃഷ്ണൻ കാനത്തിൽ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മദർ ഐ ലവ് യു, അതാണ് ഫാമിലി. അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ ആയിരിക്കും ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ്. കുടുംബത്തിന്റെ കെട്ടുറപ്പ് ഉണ്ടാവണമെങ്കിൽ മനസ്സ് നന്നാവണം. മനസ്സ് നന്നാവണമെങ്കിൽ മനസ്സിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കണം. എന്നാൽ മാത്രമേ മനസ്സിൽ നന്നാവുള്ളൂ. മനസ്സിൽ ദൈവമില്ലെങ്കിൽ നമ്മൾ ഏത് അമ്പലത്തിൽ പോയിട്ട് തേങ്ങ ഉടച്ചിട്ടോ തുലാഭാരം കഴിച്ചിട്ടോ ഒരു കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല കേട്ടോ. എനിക്ക് നല്ല ഈശ്വര വിശ്വാസമുണ്ട്. തറവാട് പ്രസിഡന്റ് കെ ദാമോദരൻ വേലാശ്വരം അധ്യക്ഷത വഹിച്ചു. കയ്യിൽ തറവാട് ചരിത്രവും ഐതിഹ്യവും എന്ന വിഷയത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ തണ്ണോട്ട് പ്രഭാഷണം നടത്തി. തറവാട് സെക്രട്ടറി K കുഞ്ഞിരാമൻ സ്വാഗത ഭാഷണം നടത്തി. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മുന്നുദുമ MLAയും സംസ്ഥാന പൂരക്കളി അക്കാദമി ചെയർമാനുമായ K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്കാരത്തിലെ ആള് എന്നൊരു തോന്നൽ നമുക്ക് ചില ആൾക്കുണ്ട്. സംസ്കാരം അങ്ങനെ ഏതെങ്കിലും വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. എൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങണം എൻ്റെ സംസ്കാരം. ഞാൻ എങ്ങനെ വളർന്നു വന്നു, ഈ നാടെങ്ങനെ വളർന്നു വന്നു എന്നത് എൻ്റെ കുട്ടികളെയും ബന്ധുക്കളെയും ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. അതിൽ കൂടി ആയിരിക്കണം നാടിൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുന്നത്. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന നാട് നല്ല അഭിവൃദ്ധിയോടെ കുടുംബാംഗങ്ങളുടെ ശ്രേയസ്സോടെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷേത്രങ്ങളെല്ലാം നിലനിൽക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി, തറവാടുകൾ നിലനിൽക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി. സംസ്കാരം വളർന്നു വന്നുകൊണ്ടാണ് ഈ സ്റ്റേയിൽ അതുപോലെ വേദിയിൽ ഇരിക്കുന്ന മലയാളം ഇരിക്കാൻ കാരണം. സാംസ്കാരിക സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV കുഞ്ഞിരാമൻ തണ്ണോട്ട് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാട് അംഗങ്ങളെയും അനുമോദിച്ചു. മുതിർന്ന തറവാട്ടംഗങ്ങൾക്കുള്ള ആദരവും സമർപ്പിച്ചു. അണിഞ്ഞ മഹാവിഷ്ണു ക്ഷേത്ര പ്രസിഡന്റ് സുകുമാരൻ നായർ, അണിഞ്ഞയിലെ വിവിധ തറവാടുകളിലെ തറവാട് കമ്മിറ്റി പ്രസിഡന്റുമാർ, സാരഥി UAE കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ അരമങ്ങാനം, അഖില കേരള യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് K ശിവരാമൻ മേസ്ത്രി അരവത്ത്, തറവാട് രക്ഷാധികാരികളായ നാരായണൻ മീങ്ങൂത്ത്, ഗോപാലൻ കോടോത്ത്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലക്ഷ്മി തമ്പാൻ, ജനാർദ്ദനൻ പുല്ലൂർ, കയ്യിൽ അശോകൻ വേലാശ്വരം, K ശിവപ്രസാദ് വേലാശ്വരം, അഡ്വക്കേറ്റ് സിന്ധു കാഞ്ഞങ്ങാട്, അനിത തച്ചങ്ങാട്, ഷിബിത അരവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ ഗോപി ഉദയപുരം സ്വാഗതവും ഗജാൻജി K ഗോപാലൻ മുണ്ടോൾ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പനത്തടി പഞ്ചായത്ത് 20ാം വാർഷികാഘോഷം നടന്നു.
പുതുവത്സരാഘോഷം, അനുസ്മരണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പനത്തടി പഞ്ചായത്ത് 20ാം വാർഷികം പാണത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിപുലമായി നടത്തി. സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയൊരു പരിപാടി 20ാം വാർഷികം ആഘോഷപൂർവ്വം നടപ്പിലാക്കണമെന്ന് ആലോചിക്കുകയും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രാരംഭഘട്ട ചർച്ചകളെ സംബന്ധിച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ സൂര്യനാരായണ പട്ടേൽ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അതിനുശേഷം പാണത്തൂർ യൂണിറ്റ് ചില വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വരികിൽ പോലും അവരുടെ സജീവത താരതമ്യേന ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായി അവർ ഈ പരിപാടി ഏറ്റെടുത്ത് നടത്താമെന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാണത്തൂർ വെച്ച് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തത്. പുതുവത്സരാഘോഷത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ടി അബൂബക്കർ ഹാജി നിർവഹിച്ചു. പനത്തടി ഗ്രാമപഞ്ചായത്ത് അംഗം KJ ജെയിംസ് അനുസ്മരണം നടത്തി. ജില്ലാ സെക്രട്ടറി YMC ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. പാണത്തൂർ യൂണിറ്റ് സെക്രട്ടറി ഏറത്ത് മുഹമ്മദ് കുഞ്ഞി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് R സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. പാണത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് മൈക്കിൾ M പൂവത്താനി സ്വാഗതവും പനത്തടി കമ്മിറ്റി സെക്രട്ടറി N ചന്ദ്രശേഖരൻ നായർ നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KP അബ്ദുൽ സലാം ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 ലൈൻസ്. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്ര
യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ബാലസംഘം സ്ഥാപിക ദിനത്തിന്റെ ഭാഗമായി ചാലിങ്കാൽ വില്ലേജ് കമ്മിറ്റി കാർണിവൽ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി രേവതി കൊളവയൽ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് ചാലിങ്കാൽ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടമുണ്ടയിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചത്. ബാലസംഘം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി രേവതി കൊളവയൽ ഉദ്ഘാടനം ചെയ്തു. നല്ലവരാവുമല്ലേ, നല്ല കുട്ടികളാവുമല്ലേ, എന്നിട്ടോ ജയിച്ചു മുന്നേറും, പഠിച്ച് നമ്മൾ ജയിച്ചു മുന്നേറും, എന്നിട്ട് പടുത്തുയർത്തും ഭാരത മണ്ണിൽ സമത്വ സുന്ദര നവലോകം അല്ലേ, സമത്വ സുന്ദര നവലോകം. അതാണ് നമ്മൾ പോയിന്റ് ചെയ്ത് വെക്കുന്നത്. സമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരും ഒരേപോലെ അല്ലേ? നമുക്ക് ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും ദേശത്തിന്റെ ആയാലും ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? അല്ലേ? പ്രായത്തിന്റെയും വ്യത്യാസമില്ല. ഇപ്പൊ നമ്മള് ബാലസംഘം കൂട്ടുകാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 5 വയസ്സ് മുതൽ 50 വയസ്സുള്ള കൂട്ടുകാർ വരെ നമുക്ക് ബാലസംഘത്തിന്റെ കൂട്ടുകാരാണല്ലേ? നമ്മളെല്ലാരും ഒന്നല്ലേ? നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്ന എന്തെന്ന്? സമത്വം, ഈക്വാലിറ്റി. ഇതാണല്ലേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പ്രജ്വൽ എ അധ്യക്ഷനായി. വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ശ്രേയ കേളൂത്ത് സ്വാഗതം പറഞ്ഞു. വില്ലേജ് കൺവീനർ എം വിജയൻ, വില്ലേജ് കോർഡിനേറ്റർ രാജൻ കേളൂത്ത്, മണി ഇ, ഉപേന്ദ്രൻ സി എന്നിവർ സംസാരിച്ചു. ചിത്ര പ്രദർശനം, കരകൌശല പ്രദർശനം, വിവിധ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം, പഴയകാല ഗൃഹോപകരണങ്ങളുടെ പ്രദർശനം എന്നിവ നടന്നു. വിനോദ് ബേടകം അവതരിപ്പിച്ച മിമിക്രി, ശ്രീരാജുരിയ അവതരിപ്പിച്ച നാടൻപാട്ട്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാഴന്നൂരടി സ്വരലയ സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥാലയം MT അനുസ്മരണം സംഘടിപ്പിച്ചു. കേരളോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള അനുമോദനവും ഒരുക്കി. ഉപ്പിലിക്കൈ വാഴുന്നൂറടി സ്വരലയ സാംസ്കാരിക വേദി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കേരളോത്സവത്തിൽ പങ്കെടുത്തവർക്കുള്ള അനുമോദനവും ഒരുക്കി. മുരളീധരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്വന്തം ഇനീഷ്യൽ കൊണ്ട് മാത്രം അറിയുന്ന 3 സാഹിത്യകാരന്മാർ, ഒന്ന് നമ്മുടെ നാട്ടുകാരൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ മാത്രം പറയാം, നിങ്ങൾ ബാക്കി പറയും. പി, ഞാൻ പീന്ന് മാത്രമല്ലേ പറഞ്ഞു. പി കുഞ്ഞിരാമൻ നായർ ഇല്ലേ? മഹാകവി പി മതി. സമസ്ത കേരളം പിയോ, അയാൾക്ക് വെളികൊത്തുകാരനാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും മഹാകവി പി, സമസ്ത കേരളം പിയോ. കേരളം മുഴുവൻ അദ്ദേഹത്തിന്റെ രാജ്യമാണ് അല്ലെങ്കിൽ നാടാണ്. ജി ശങ്കരക്കുറുപ്പ് അല്ലേ? MT പേര് പോലും ഇല്ല, ഉണ്ടോ? സ്വരലയ പ്രസിഡന്റ് രഞ്ജിത്ത് PV അധ്യക്ഷത വഹിച്ചു. സ്വരലയ സെക്രട്ടറി അനിൽകുമാർ VP സ്വാഗതം പറഞ്ഞു. സ്വരലയ മുൻ പ്രസിഡന്റ് ചന്ദ്രശേഖരൻ PV, സുനിത വാഴുന്നൂറടി തുടങ്ങിയവർ സംസാരിച്ചു. സ്വരലയ ട്രഷറർ TV മോഹനൻ നന്ദിയും പറഞ്ഞു. ബാലസംഘം പുല്ലൂർ വില്ലേജ് കാർണിവൽ പുല്ലൂർ AKG ഗ്രന്ഥാലയം ഗ്രൗണ്ടിൽ നടന്നു. പ്രശസ്ത കലാകാരൻ സനൽ പാടിക്കാനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പുല്ലൂർ വില്ലേജ് കാർണിവൽ പുല്ലൂർ AKG ഗ്രന്ഥാലയം ഗ്രൗണ്ടിൽ നടന്നു. പ്രശസ്ത കലാകാരൻ സനൽ പാടിക്കാനം ഉദ്ഘാടനം ചെയ്ത് കുട്ടികളുമായി സംവദിച്ചു. റെഡി 1 2 3 സ്റ്റാർട്ട്.
ഇവിടെ തിരക്ക് കൂടുതൽ, സൗണ്ട് ഉണ്ട്, തിരക്കിൽ ഭയങ്കര തിരക്ക്. ഒന്നും കൂടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ ഒരുപാട് തേങ്ങുണ്ടയ്യ കൗവാതെ പൂങ്ങുന്ന ലേലേ മാമാ ലേലേ മാമാ ലേലേ മാമാ ലേലോ. വില്ലേജ് പ്രസിഡന്റ് നിവേദ് അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി ഗോപിക ഗോവിന്ദൻ സ്വാഗതം പറഞ്ഞു. നിരഞ്ജൻ മാടിക്കാൽ സ്വന്തം പ്രയത്നത്താൽ നിർമ്മിച്ച വണ്ടി പവലിയനിൽ പ്രദർശിപ്പിച്ചത് ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. സെൽഫി കോർണർ, ഫുഡ് കോർണർ, ചരിത്ര കോർണർ എന്നിവയും കുട്ടികൾക്ക് കൗതുകം പകർന്നു. വിവിധ യൂണിറ്റുകളിൽ നിന്നും വന്ന കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ജില്ലാ കമ്മിറ്റി അംഗം യതീഷ് വാരിക്കാട്ട് കാർണിവലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ഉത്തരമേഖല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 12 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുടെ 9 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ജേതാക്കളാകുന്ന ടീമിന് 10,000 രൂപ പ്രൈസ് മണിയാണ് സമ്മാനിക്കുന്നത്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ സ്കൂൾ ഗ്രൗണ്ടിൽ ടൂർണമെന്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. മറ്റു കുട്ടികളെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഇവിടെ തന്നെ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ തന്നെ ഒരു ജനകീയ ആവേശമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്ന സമയം ഏകദേശം 5 മണി അടുത്തിരിക്കുന്നു. കുട്ടികളുടെ മത്സരം നടക്കണം. അതുകൊണ്ട് നീട്ടി പറയാതെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നു. സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി, യൂണിറ്റ് ചെയർമാൻ AK കുഞ്ഞബ്ദുള്ള ഹാജി, സെക്രട്ടറി T അബ്ദുള്ള മാസ്റ്റർ, സ്കൂൾ പ്രധാനാധ്യാപകൻ AC അത്താവുള്ള, PV അനിൽകുമാർ, TS നജീബ്, VPM അബ്ദുൾ റഹീം, TC ഇസ്മായിൽ, CK ഷെരീഫ്, KV ഗോപാലൻ, MTP ബഷീർ, T ബഷീർ, AG കമറുദ്ദീൻ, KV സൈഫാൻ, AGC ഹംലാദ്, TC ഖലീഫ, N ബഷീർ, UP ഇക്ബാൽ, C സത്താർ, T ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കൽപ്പക ഡാൻസ് കോസ്റ്റ്യൂം സ്ഥാപനം കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാരിച്ചിയമ്മ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ നൃത്തരൂപങ്ങൾക്ക് അനുയോജ്യമായ നൃത്ത വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് കൽപ്പക ആർട്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഗുണനിലവാരമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ വാടക നിരക്കിൽ ലഭ്യമാക്കും. നോർത്ത് കോട്ടച്ചേരി ഇക്ബാൽ റോഡിൽ സിറ്റി ചാനലിന് എതിർവശത്തെ കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാരിച്ചിയമ്മ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഐശ്വര്യകുമാരൻ, രമേശൻ കൽപ്പക, അശോകൻ കൽപ്പക, ബൈജു PV, കുഞ്ഞിരാമൻ, രമ്യ രമേശൻ, ലത തായന്നൂർ, പ്രഭ അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി വിജയൻ കേരള ഹിറ്റ്ലർ എന്ന് K മുരളീധരന്റെ പരിഹാസം. കല്യോട്ടെ കൊലപാതക ഗൂഢാലോചനയിൽ P ജയരാജന്റെ പങ്ക് ജയിൽ സന്ദർശനത്തോടെ തെളിഞ്ഞുവെന്നും മുരളീധരൻ. മഞ്ചേശ്വരം വട്ടിപ്പദവിലെ സ്വകാര്യ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം. 8 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്ക്. PBCA കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി K പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ കാസർഗോഡ് ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ AIYF-ന്റെ നേതൃത്വത്തിൽ യുവജന പ്രക്ഷോഭയാത്ര. കേരള അയൺ ഫാബ്രിക്കേഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 27-ന്. കേരള കർഷക സംഘം ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മടിക്കൈ ആലമ്പാടി മൂലക്കോത്ത് തറവാട് പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മാർച്ചിൽ നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 28 മുതൽ 31 വരെ തീയതികളിൽ. അടോട്ട് മൂത്തേടത്ത് കുതിര പുതിയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് VP പ്രശാന്ത് കുമാർ അനുസ്മരണം നടന്നു.
വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.